കുട്ടികളെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ കുടുംബത്തിലും ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് പേരുണ്ടായിരിക്കും. പണ്ട് കാലത്ത് ഒരുപാട് നല്ല കോഴ്സുകൾ പഠിച്ചു, നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു. എന്നാൽ അവർ പലപ്പോഴും അവരുടെ കരിയറിൽ അത്ര നല്ലപോലെ ശോഭിക്കാൻ പറ്റാതെ പോയ ഒരുപാട് പേരുണ്ടാവും. എന്നാൽ അതേ സ്ഥാനത്ത് 10th-ലും SSLC-ക്കും ഒന്നും വലിയ കാര്യമായ മാർക്കുകളൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അവർ നല്ല കോഴ്സുകൾ പഠിച്ചു, അവർക്ക് പറ്റുന്ന കോഴ്സുകൾ പഠിച്ചിട്ട് ഒരുപാട് നല്ല പൊസിഷൻസിൽ ഇരിക്കുന്ന ഒരുപാട് പേരും നമ്മളെ കണ്ടിട്ടുണ്ടാവും. ആ ആളുകളിൽ എന്തുകൊണ്ടാണ് ഈ നല്ല മാർക്ക് കിട്ടിയവരും മോശം മാർക്ക് കിട്ടിയവരും ഒക്കെ എന്തുകൊണ്ടാണ് പല രീതിയിലും ആയി പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും കുട്ടികൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ ഫ്രണ്ട് ഒരു കോഴ്സിന് പോയി, അതുകൊണ്ട് ഞാനും ആ കോഴ്സിന് പോയി. അതേപോലെ തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ വീടിനടുത്തുള്ള ചേട്ടൻ പറഞ്ഞു ഈ കോഴ്സ് പഠിച്ചാൽ നല്ല ജോലി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പോയിട്ട് പല കോഴ്സുകളും എടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു തെറ്റായ ഡിസിഷൻ ആയിട്ട് പലപ്പോഴും മാറാറുണ്ട്. അപ്പം നിങ്ങൾ ഇനി മുതൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കോഴ്സ് പറ്റുന്നതാണോ, ഈ കോഴ്സ് പഠിക്കാൻ എനിക്ക് കഴിവുണ്ടോ, അതിന് പറ്റുന്ന സ്കില്ലുകളാണോ എനിക്കുള്ളത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും അനലൈസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം നടന്നതിന് ശേഷം മാത്രമേ നിങ്ങളൊരു കോഴ്സ് എടുക്കാൻ പാടുള്ളൂ. +2-ന് സ്ട്രീം എടുക്കുന്ന സമയത്തും +2-ന് ശേഷം നിങ്ങളൊരു എൻജിനീയറിംഗ് കോഴ്സോ വേറെ എന്ത് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ സബ്ജക്റ്റിനോട് താല്പര്യമുണ്ടോ, അത് പഠിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ, അതേപോലെ നിങ്ങളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെ ജോലി സാധ്യതകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന സാലറികൾ എന്തൊക്കെയാണ്, എത്രയാണ്, എവിടേക്കാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പോഴായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കരിയർ കൗൺസിലിംഗ് സെഷൻ ഉണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയും ആ കുട്ടിയുടെ പാരൻറ്റുമായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആ പാരന്റ് ഇപ്പോഴത്തെ ആധുനിക ലോകത്ത് ഒരുപാട് പുതിയ പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അങ്ങനത്തെ പല പല കോഴ്സുകളും കേട്ടിട്ട് മകനെ അങ്ങനത്തെ കോഴ്സുകൾ പഠിപ്പിക്കണം എന്ന് കരുതിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ മകനോട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് മകൻ അങ്ങനത്തെ കോഴ്സുകളൊന്നും പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ശാസ്ത്രീയമായ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അഭിരുചിയും ആ കുട്ടിയുടെ സ്കില്ലുകളും ആ കുട്ടിയുടെ ഇൻ്റലിജൻസും കാര്യങ്ങളെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ അനലൈസിങ് കഴിഞ്ഞതിന് ശേഷം, ആ ടെസ്റ്റ് എടുത്തതിന് ശേഷം എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ടായി ആ കുട്ടിക്ക് AI പോലത്തെ കോഴ്സുകളോ പഠിക്കാനുള്ള ഒരു കാലിബറുള്ളൊരു കുട്ടിയല്ല. ആ കുട്ടിയുടെ മാർക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കുമ്പോഴും ആ കുട്ടിക്ക് മാത്സിലെല്ലാം വളരെ വീക്കാണ്. ആ കുട്ടിയെ നമ്മൾ എങ്ങനെയാണ് AI പഠിക്കാനും മെഷീൻ ലേണിംഗ് പഠിക്കാനും നമ്മൾ വിടുക? അപ്പം ആ സമയത്ത് ആ കുട്ടിയുടെ പാരൻറ്റിനോട് കൃത്യമായി ആ കുട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ആ കുട്ടിയുടെ സ്കില്ലുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത സമയത്ത് ആ കുട്ടിയുടെ ഏറ്റവും നല്ല സ്കില്ലുകൾ കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇൻ്റർപേഴ്സണൽ സ്കില്ലാണ്. ആ കുട്ടിക്ക് വളരെ ഭംഗിയായിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കുട്ടിയാണ്. മകൻ്റെ സ്കില്ലുകൾ കിടക്കുന്നത് ഇൻ്റർപേഴ്സണൽ സ്കില്ലിലും കമ്മ്യൂണിക്കേഷനിലും എല്ലാമാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് മനസ്സിലായി. മകൻ ഒരിക്കലും ലോജിക്കൽ റീസണിങ് സ്കില്ലെല്ലാം കുറവായതുകൊണ്ട് തന്നെ മെഷീൻ ലേണിങ്ങും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കാം. മീൻസ് പഠിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ കുട്ടി ഇടുന്ന എഫേർട്ട് കുറച്ചുകൂടി കൂടുതലായിരിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും ആ കുട്ടിക്ക് ആ കോഴ്സ് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനും അതിനുശേഷമുള്ളൊരു ജോലിയിൽ ശോഭിക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ സ്കില്ലുള്ള, കുട്ടിക്ക് അഭിരുചിയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാരൻറ്റിനെ ഗൈഡ് ചെയ്തു, ആ കുട്ടിയെ ഗൈഡ് ചെയ്തു. അതിനുശേഷം അവർ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് മടങ്ങിപ്പോയത്. SSLC +2 റിസൾട്ട് വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പാരൻസും കുട്ടികളും ഒരുപാട് കൺഫ്യൂസ്ഡ് ആണെന്നറിയാം. കുട്ടികളെ കോഴ്സുകൾ സെലക്ട് ചെയ്യാനും അതിനുശേഷം എന്തൊക്കെ കരിയേഴ്സ് ഉണ്ടാവാം, അവർക്ക് എന്തിലേക്കൊക്കെ പോവാം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായി ഇൻ്റർനാഷണലി ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ആ ടൂളുകൾ വെച്ച് നമ്മൾ കുട്ടികളുടെ അഭിരുചി നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ് ചെയ്യുക. അതില്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു കോഴ്സ് എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾ ആ ടെസ്റ്റുകൾ എടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ഭാവി ശോഭനമാക്കുക. അതിന് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് മുക്കത്തൊരു സ്ഥാപനമുണ്ട്, ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്രിയേറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വരാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു.